ഹലോ, അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 6:30 ഇറങ്ങി ബസ് പിടിച്ച് ഞാൻ അമ്മേൻ്റെ അടുത്ത് പോവാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ വീഡിയോയിൽ മോളൂട്ടിൻ്റെ ബർത്ത്ഡേ ആവുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ കേക്കും വാങ്ങിയിട്ട് പോവുകയാണ്. നേരെ 3/4 മണിക്കൂർ യാത്രയുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കാരണം തലവേദന ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മാത്തിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് ഇവിടുന്ന് പിന്നെ ഒരു 5 മിനിറ്റേ ഉള്ളൂ വീട്ടിലോട്ട്. അങ്ങനെ വീട്ടിൽ മുറ്റത്തെത്തുമ്പോഴത്തേക്ക് പുറത്തന്നെ ഇവർ കാത്തിക്കുന്നുണ്ട്. അമ്മയാണ് കേട്ടോ. അമ്മയും മോളും മോനും ഒക്കെ പുറത്തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേനും. അങ്ങനെ വേഗം തന്നെ കൊണ്ടുവന്ന സാധനമൊക്കെ നിരത്തി വെക്കാൻ വേണ്ടി. അപ്പം തന്നെ കേക്ക് എന്ന് പറഞ്ഞൊക്കെ എനിക്കും നല്ല ക്ഷീണമുണ്ട്, അതിനേക്കാൾ ക്ഷീണമാണ് നമ്മുടെ കേക്കിനും. അങ്ങനെ മേശപ്പുറത്ത് കേക്കൊക്കെ വെച്ചിട്ട് പിള്ളേരാണെങ്കിൽ തിരക്ക് കൂട്ടേനാനും. കാരണം മുന്നൂട്ടിനൊരു പരാതി, ഇവളെ ബർത്ത്ഡേക്ക് മാത്രം നല്ല അടിപൊളി കേക്ക് അല്ലേ, എൻ്റെ ബർത്ത്ഡേക്ക് അടിപൊളി ഇല്ലാണ്ടും പറഞ്ഞിട്ട് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന കേക്ക് കുറച്ചൊന്ന് ലൂസായി, കാരണം 3/4 മണിക്കൂർ നമ്മൾ ആ യാത്രയല്ലേ. അപ്പോൾ തട്ടി മൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ബസ്സിൽ കുറച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുളവാവും. അപ്പം അതിൻ്റെ കേക്കിൻ്റെ എന്താ പറയുക, അടിപൊളി എഴുത്തും കാര്യങ്ങളൊക്കെ സെറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. കഴിച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ ഫ്രഷ് ക്രീമൊക്കെ അടിപൊളി, വായിലിങ്ങനെ എന്താ പറയുക, അത്ര എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വന്ന ശേഷം ഒന്ന് കുളിച്ച ശേഷം എന്തായാലും ഒരു പാട്ട ചായ, അങ്ങനെ കേട്ടോ എൻ്റെ കണക്ക്. ഗ്ലാസ്സിലൊന്നും കുടിച്ച് എനിക്ക് മതിയാവില്ല. അപ്പോൾ ചായയും കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ പിന്നെ നിൽക്കണ്ടേ, കേക്കോ എന്ന് പറഞ്ഞ് കൂക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം അതൊന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം വീട്ടിലാണെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും നാത്തൂനും ഉണ്ട്, പിന്നെ അനിയൻ അവർ പോയി പണിക്ക് പുറത്ത് പോയിട്ടാണ്, വേറെ ആരുമില്ല. അപ്പോൾ കുട്ടീൻ്റെ അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പുറത്ത് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവരെ തിരക്കുകൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്ന് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും അവൾ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് ഈ വർഷത്തെ ഒരു ആഘോഷം എനിക്ക് അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. കാരണം നമുക്കറിയാമല്ലോ, ഓരോരോ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. മുകളിലിരിക്കുന്ന ഒരാളുണ്ട്, അയാൾ കാണും. അതങ്ങനെ തന്നെയാണ്. എത്രത്തോളം നമ്മളെ മറ്റൊരാൾക്ക് പറ്റിക്കാൻ പറ്റും അല്ലെങ്കിൽ ചതിക്കാൻ പറ്റും എന്നൊക്കെ ചെയ്താലും ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മളെ കുറ്റം പറയുന്നവരുണ്ടാവാം, നമ്മളെ കൂടെ നിൽക്കാത്തവരുണ്ടാവാം. അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് അത്രയും സന്തോഷം തന്നിട്ടുണ്ടായിന്. അച്ഛൻ പിന്നെ കേക്കൊന്നും അധികം കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് ഒരു പൊടിക്കൊന്ന് ഇതാക്കിയതേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ മോനോടിനും കൂടെ കഴിച്ച് പിന്നെ ലാസ്റ്റ് നമ്മളെ കുഞ്ഞുമണിക്കും കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബക്കറ്റ്